ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗാണ്, ഔട്ടിങ് വിത്ത് വെല്ലിച്ചൻ ആൻഡ് വെല്ലിമ്മ. അപ്പോൾ ചിറ്റയുടെ വീട്ടിൽ വെല്ലിച്ചനും വെല്ലിമ്മയും കൂടെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അങ്ങോട്ട് ചോദിച്ചു എന്നെയും കൂടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും കൂടെ പോയതാണ്. അപ്പോൾ ഇത് തെടനാട് മഹാദേവ ക്ഷേത്രമാണ്. ഇതിൻ്റെ അടുത്താണ് ചിറ്റയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ വെല്ലിച്ചനാണെങ്കിൽ വീട്ടിൽ നിന്ന് ചേന ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ ഞാനൊരു ആവേശത്തിന് കയറി ചോദിച്ചു, അച്ഛൻ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അത് നല്ല വെയിറ്റ് ആയിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. പക്ഷേ ഈ സഞ്ചി പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കിനും എനിക്ക് നല്ല ദൂരമൊക്കെ തോന്നിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സഞ്ചിയൊക്കെ പിടിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ബാക്ക് വശം വരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നോട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതേന്ന് പറഞ്ഞു. അപ്പോൾ വെല്ലിച്ചനും വെല്ലിമ്മയും ഞാൻ ഓരോ തവണ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കൊച്ചേ വാടി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകുന്നത്. അപ്പോൾ ആ കാണുന്ന വഴിയെ കൂടെ ലെഫ്റ്റിലോട്ട് കയറി പോകണം. കയറി ചെല്ലുന്ന ഒരു തൊണ്ടിലോട്ടാണ്. അതുവഴി ഒത്തിരി ദൂരമില്ല, ഈ തൊണ്ട് കയറി ചെല്ലുന്ന ആ വീട്ടിലോട്ടാണ്. അപ്പോൾ എൻ്റെ അമ്മ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഒരു പണ്ടത്തെ ടൈപ്പ് ഒരു വീടാണ്, നിനക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇവിടെ വന്നത്. കണ്ടു കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുപോലെ ഷെൽഫൊക്കെ ഇങ്ങനെ തടി കൊണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ ടൈപ്പ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെയാണല്ലോ പണ്ടത്തെ വീടുകളിലൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ കുറേ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വ്ളോഗായിട്ട് ഇടാൻ വേണ്ടിയിട്ടില്ല, ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് കണ്ടപ്പോഴത്തേക്കിനും ഒരു രസം അങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പൊങ്ക്. ഈ തേങ്ങയ്ക്കകത്തൊക്കെ ഒരുമാതിരി കേക്കൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇതെനിക്ക് പണ്ട് ഒട്ടും എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു, ഞാൻ കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എന്തോ ഭയങ്കരമായിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ നമുക്ക് പൊറോട്ടയും പിന്നെ ഇച്ചിരി കാപ്പിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇച്ചിരിയല്ല ഒത്തിരി. എനിക്കങ്ങനെ കാപ്പിയൊക്കെ എനിക്കിഷ്ടമില്ല, ഞാനങ്ങനെ കിട്ടിയാൽ കുടിക്കും എന്നല്ലാതെ ഇങ്ങനെ ഇന്ന പോലെ വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പൊറോട്ടയൊക്കെ ഈ ചായ കാപ്പിക്കകത്ത് ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കണം. കുഞ്ഞിലേക്ക് ഇങ്ങനെ കഴിക്കുക, അത് വേറൊരു വൈബാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റോട് ചുറ്റിങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഒരിടയ്ക്ക് ഭയങ്കര ഇതായിരുന്നു, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ തയ്യും മറ്റേ കായൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നട്ടു വെക്കും. ആദ്യത്തെ 2 ദിവസം ഭയങ്കര നോട്ടമായിരിക്കും, വെള്ളം ഒഴിക്കുന്നു, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് തിരിഞ്ഞു പോലും നോക്കത്തില്ല, ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു വൈബ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ചെടിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ വന്ന ഉടനെ നട്ടു വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണ്. നമ്മൾ രാവിലെ 9:30 എങ്ങാണ്ടാണ് പോയത്. അപ്പോൾ ആ വണ്ടി തന്നെ തിരിച്ച് 12:45 അപ്പോൾ ഒറ്റ വണ്ടിക്ക് തിരിച്ച് കയറി വരുന്നതാണ് എളുപ്പം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ടൗണിലെത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചുമ്മാ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ചുമ്മാ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.